രാമക്ഷേത്രത്തെ രാഷ്ട്രീയമായി വലിച്ചിടുന്നത് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ പാർട്ടികളും ഒക്കെയാണ്. അതുകൊണ്ട് അല്പം രാഷ്ട്രീയം പറയാതെ മുന്നോട്ട് പോകുക എന്നത് പലപ്പോഴും ഒരു മര്യാദയല്ലാതായി മാറുന്നുണ്ട്. നേരത്തെ പല കേന്ദ്രങ്ങളും പറഞ്ഞത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഈ ചടങ്ങിലേക്ക് എന്തുകൊണ്ട് ക്ഷണിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രം ഇതിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ അത്തരം ചടങ്ങുകൾക്ക് അദ്ദേഹം മാത്രം പങ്കെടുക്കുന്ന ചില ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളാണ്. എന്നാൽ അവരുടെയൊക്കെ വായടപ്പിച്ചുകൊണ്ട് ഇന്നലെ ഈ ക്ഷേത്ര ട്രസ്റ്റ് ഈ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ക്ഷണിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്തു തന്നെ അതിൻ്റെ ഭാരവാഹികൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ക്ഷേത്രത്തെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിടാൻ, ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ പലപ്പോഴും കോൺഗ്രസ് ഒക്കെ ശ്രമിക്കുന്നുണ്ട്. ഇന്നലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില ഭാരവാഹികളൊക്കെ പറഞ്ഞത്, ഒപ്പം ഈ കേസിന് ഹർജി നൽകിയ മുസ്ലിം കക്ഷിയായ ആ വ്യക്തികളൊക്കെ പറഞ്ഞത്, കോൺഗ്രസ് ഒക്കെ സരയുവിൽ മുങ്ങിക്കുളിച്ച് പുണ്യം നേടി ദർശനം നടത്താനൊക്കെ എത്തണം എന്നതാണ്. ആ രാഷ്ട്രീയ പശ്ചാത്തലം കൂടി, ആ വിവാദം കൂടി പരിശോധിക്കാം. ഉമേഷ്, അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണം പൂർത്തിയാകുന്നു. അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നു. അത് ഒരു ഭാഗത്ത് രാജ്യത്തെ ജനങ്ങളെല്ലാം ആ ഒരു ധന്യമുഹൂർത്തത്തിനായി കാത്തു നിൽക്കുമ്പോൾ, ഉമേഷ് സൂചിപ്പിച്ചതുപോലെ മറുഭാഗത്ത് രാഷ്ട്രീയ വിവാദവും ഇതോടൊപ്പം തന്നെ ഉയരുകയാണ്. കാരണം കോൺഗ്രസ് പോലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടി ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിക്കുന്നു. അതോടൊപ്പം ആരെയൊക്കെ ക്ഷണിച്ചില്ല എന്ന പേരിൽ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഒരു ഭാഗത്ത് ശ്രമം നടക്കുന്നുണ്ട്. അത്തരം വിവാദങ്ങൾക്കിടയിലാണ് ഇന്നലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണക്കത്ത് വന്നത്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള അലോക് കുമാർ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ അഖില ഭാരതീയ ചുമതലയുള്ളവർ ചേർന്നുകൊണ്ടാണ് ഇന്നലെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഈ ഒരു ക്ഷണക്കത്ത്, തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണക്കത്ത് നൽകിയത്. എന്തായാലും ഇത്തരത്തിൽ വിവാദങ്ങൾ ഒരു ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ട് അനാവശ്യമായി സൃഷ്ടിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം രാമക്ഷേത്രം അത് ഭാരതത്തിലെ ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വികാരത്തിന്റെ ഭാഗമാണ്. ഭാരതത്തിലെ മനസ്സ് ആഗ്രഹിച്ച രീതിയിലാണ് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാകുന്നത്. മാത്രമല്ല, മുൻപ് അധികാരത്തിലിരുന്ന സർക്കാരുകൾക്ക് ഇത് നിറവേറ്റാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അയോധ്യയിൽ അടിസ്ഥാന സൗകര്യം വികസനം പോലും നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനാൽ സ്വാഭാവികമായും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിനൊപ്പം ഈ നഗരത്തിൽ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ അത് അയോധ്യയിൽ മാത്രമല്ല, മുൻപ് വളരെ പിന്നോക്കമായി നിന്നിരുന്ന കാശിയാണെങ്കിലും മധുരയാണെങ്കിലും ഇത്തരം നഗരങ്ങളിലെല്ലാം വന്നിട്ടുള്ള മാറ്റങ്ങൾ അതൊക്കെ സ്വാഭാവികമായും BJPക്ക് രാഷ്ട്രീയമായി വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് സ്വാഭാവികമായും കോൺഗ്രസിനെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയും അലട്ടുന്നു എന്നതാണ് ശ്രദ്ധേയം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദങ്ങൾക്ക് ശ്രമിക്കുന്നത്. എന്തായാലും അത്തരം വിവാദങ്ങളെ പൊതുസമൂഹം തള്ളിക്കളയും. ഭാരതത്തിന്റെ മനസ്സ് രാമക്ഷേത്രത്തിനൊപ്പമാണ്. തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ച ആളുകളെല്ലാം തന്നെ ഈ പൊതുപരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഉമേഷ്.